സർ അഖിൽ മാരാറും സാബു എം ജേക്കബും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി എന്തിനാണ് 2020ക്ക് ഇത്രയും സീറ്റ് കൊടുത്തത് എന്നുള്ള ഒരു വലിയ ചോദ്യം ആ സമയം മുതൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരുപാട് പേരെ നിർത്തിക്കൊണ്ടാണ് 2020 ഇതിന് മറുപടി പറഞ്ഞത്. എന്നാൽ അതിന് വലിയ ഗുണം വല്ലതും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയാൻ തക്ക വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുമില്ല. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ 40 കോടി രൂപ ബി.ജെ.പിയിൽ നിന്ന് അഖിൽ മാരാർ വാങ്ങി എന്ന് അഖിൽ മാരാർ അല്ല, സാബു എം ജേക്കബ് വാങ്ങിയെന്ന് അഖിൽ മാരാർ പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോ ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത് വലിയ ക്ഷീണമാണെന്ന് പറയാതിരിക്കാം. അവർ ഈ ഭാഗത്തേക്ക് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇനി വരാനിരിക്കുന്നത് ഒരു ലോക്സഭ തിരഞ്ഞെടുപ്പാണ്. അതിലേക്കാണ് ഇപ്പൊ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇവരൊക്കെ പോകുന്നത്? ഇപ്പൊ സാബു എം ജേക്കബിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കാശിന്റെ അടിസ്ഥാനമല്ലേ, അല്ലെ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. ആ ബിസിനസ്മാൻ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഒരു പഞ്ചായത്തിൻ്റെതായിട്ടുള്ള കാര്യം, നമ്മുടെ നിയമവ്യവസ്ഥകളൊക്കെ ഈ റെഗുലേറ്ററി മാറ്റേഴ്സ് എല്ലാം പാലിക്കേണ്ടി വരുമല്ലോ. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ഒക്കെ ഉണ്ടാവുകയാണെന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എത്ര വലിയ സ്ഥാപനമാണെങ്കിലും പഞ്ചായത്ത് ഒരു നോട്ടീസ് ഇഷ്യൂ കൊടുത്താൽ ഒരു പൊല്യൂഷന്റെ ഏതെങ്കിലും ഒരു സംഗതി ലംഘിച്ചു എന്നും പറഞ്ഞ് ഒരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞ് സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അടച്ചിടാനേ പറ്റുള്ളൂ. അപ്പൊ അത്രയും പവർഫുൾ ആണ് നമ്മുടെ പഞ്ചായത്തൊക്കെ. അപ്പൊ അത്തരത്തിൽ തങ്ങളുടെ ഇംഗിതത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യത്തിനോ അതല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ ഒരു പഞ്ചായത്ത് നീങ്ങാൻ തോന്നിയപ്പോൾ ശരി, ആ പഞ്ചായത്തിനെ നമുക്ക് ഭരിച്ചു കളയാം എന്നുള്ളത് അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ അവിടെ ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്തും അതിനെ ഒരു സ്വർഗതുല്യമാക്കുന്നു എന്നൊരു ധാരണയൊക്കെ പരത്തി. ധാരണയിൽ അവരുടെ ഇപ്പം CSR ഫണ്ടുണ്ട്. ഇപ്പൊ എല്ലാ കമ്പനികളും CSR ഫണ്ടുകൾ ചെലവഴിക്കണം. അപ്പൊ ആ CSR ഫണ്ട് അങ്ങോട്ട് മാറ്റി ചെലവഴിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു പഞ്ചായത്തിനെ കാശുകൊണ്ട് ബിൽഡപ്പ് ചെയ്തതാണ്. അവിടെ രാഷ്ട്രീയമില്ല. സാബു ജേക്കബിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കാശ് തന്നെയാണ്, മണിയാണ്. ആ മണി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 2020 അവിടെ ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയതും ജനങ്ങളെ ഈ പറഞ്ഞത് ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ കാശ് കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളതാണ്. കാരണം ഈ അവിടുത്തെ ജനങ്ങള് അവിടുത്തെ സ്റ്റോറിൽ പോകുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാശ് ലാഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലൊരു രാഷ്ട്രീയമാണ് 2020 നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ 2020 പാർട്ടിയെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ ഭാഗമാക്കുമ്പോൾ തന്നെ അതിന് അവിടെ തന്നെ BJPയുടെ രാഷ്ട്രീയം അവിടെ പോവുകയാണ് ചെയ്യും, അല്ലെ? ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി NDA എന്തടിസ്ഥാനത്തിലാണ് കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NDA ഈ പറഞ്ഞതുപോലെ സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യവസായി, അദ്ദേഹം ഉൾപ്പെടുന്ന സമുദായം, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൂട്ടലുകളും അതേപോലെ തന്നെ കുന്നത്തുനാട്, പിന്നെ തൃക്കാക്കര, തൃപ്പൂണിത്തുറ ഇവിടെയൊക്കെയുള്ള സ്വാധീനമൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ എറണാകുളം ജില്ലയിൽ 8 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. അപ്പൊ അത് വോട്ടിന്റെ ശതമാനം കൂടും. അപ്പൊ NDAയുടെ വോട്ടിംഗ് ശതമാനം ഇവിടെ വർദ്ധിക്കും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകളും പിന്നെ ഒരു ഓളം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ കിഴക്കമ്പലം പഞ്ചായത്തിനെ എങ്ങനെയാണ് 2020 മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗതുല്യമാക്കിയിരിക്കുന്നത്, അതുപോലൊരു രാഷ്ട്രീയം അല്ലെ അതുപോലൊരു ഭരണം അല്ലെങ്കിൽ അതുപോലൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കുന്നതായിരിക്കും. അതാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ NDAയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് 2020 പ്രചരിപ്പിച്ചത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത്യാവശ്യമൊക്കെ ഈ പറഞ്ഞ പോലെ കിറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലും ഫ്രീ ഒക്കെ കിട്ടിക്കഴിഞ്ഞാലൊക്കെ വാങ്ങിക്കുകയും ചില സമയങ്ങളിലൊക്കെ വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിന് മറ്റു പല ഘടകങ്ങളുടെ അനുകൂലമായിരിക്കും. ഒട്ടേറെ ഘടകങ്ങൾ അനുകൂലമായി നിന്നിട്ട് ഒരു കിറ്റ് കൂടെ കൊടുത്താൽ ചിലപ്പോൾ വോട്ട് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായ ഒരു വിവാദ പ്രേമികളും തർക്കപ്രേമികളും കലഹപ്രേമികളും ഒക്കെ ആണെങ്കിൽ പോലും അടിത്തട്ടില് ഒരു വളരെ മനുഷ്യത്വവും കുറച്ച് നീതിബോധവും അങ്ങനെയുള്ള കുറേ മൂല്യങ്ങൾ അവരെ നയിക്കുന്നതാണ്. ഇത്തരം സാധനങ്ങൾ മലയാളിക്ക് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ദുരന്തം വരണം. ദുരന്തം വന്നു കഴിഞ്ഞാൽ മലയാളിയെ പോലെ ലോകത്തില് ഒരു സമൂഹം ഉണ്ടാവത്തില്ല ഒത്തുചേർന്നിട്ട്
അതിവിദഗ്ധമായിട്ട് മലയാളിയുടെ സകല സർഗശേഷിയും പുറത്തു വരുന്നത് ദുരന്തങ്ങളുടെ മുമ്പിലാണ്. ആ ദുരന്തത്തിന്റെ ലേശം ഒന്ന് ഒരു അയവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റേ സ്വഭാവം പുറത്തു വരും. 2018 നമ്മൾ കണ്ടതാണ്. അത്യാവശ്യമൊക്കെ ഈ പറഞ്ഞതുപോലെ അത് ഒരു അസാധ്യമായ കാഴ്ചയാണ്. ലോകത്തിലെ പല സ്ഥലങ്ങളിലും നമ്മൾ വെള്ളപ്പൊക്കം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു സമൂഹം, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇറങ്ങി നിസ്വാർത്ഥമായ രീതിയിൽ, സർഗാത്മകമായ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ഈ ഈ പെട്ടെന്ന് തന്നെ ആ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം പോലും കാണാറുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ മറുകരയിൽ നിന്ന് വെള്ളം പൊങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. പിന്നെ അതേപോലെ തന്നെ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് പിന്നെ ഒരു ആ വെള്ളക്കെട്ടിനകത്ത് നിന്ന് മുകളിലേക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് മറ്റേ ആ യുവാവിന്റെ പേര് സ്റ്റീഫൻ അല്ലേ, എന്തോ പേര് മറന്നുപോയി. അയാൾ നിമിഷ നേരത്തിൽ അവിടെ ക്രിയേറ്റിവിറ്റി വരികയാണ് ചെയ്യുന്നത്. കമന്ന് മുട്ടുകുത്തി കിടന്നു കൊടുത്തു, അയാളുടെ പുറത്ത് ചവിട്ടിയെ ഒരു കയറുന്നു. അപ്പൊ ഇതൊക്കെ ഈ സർഗാത്മകതയാണ്. പക്ഷെ ദുരന്തത്തിന് മുമ്പിലേ വരുള്ളൂ. അത് കഴിഞ്ഞ് ഈ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി പിന്നെ ഈ മറ്റേ ഇതിന്റെ വരവുകളായി, ഇതിന്റെ ഈ സാധനങ്ങളുടെ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ ലോറിക്കകത്ത് ഇങ്ങനെ വരവുകളായി. ആ വരവുകൾ തുടങ്ങിയ സമയത്ത് തന്നെ ഈ വെള്ളപ്പൊക്കമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അത് ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ അതിന്റെ പേരിൽ ഡിവൈഎഫ്ഐക്കാരാണെന്ന് തോന്നുന്നു ആലപ്പുഴ ഏതൊരു ഭാഗത്ത് ഒരു പോസ്റ്ററൊക്കെ ഇട്ടിച്ച് ലോറിയുടെ മുമ്പിൽ അതിന്റെ ലോറിയുടെ മറ്റേ ഇത് വിതരണക്കാരായിട്ട് മാറുക, അതിനെതിരെ അപ്പോഴത്തേക്ക് മറ്റുള്ളവർ രംഗപ്രവേശം ചെയ്യുക. അപ്പോഴത്തേക്ക് അങ്ങനെ മാറിക്കഴിഞ്ഞു. ഇത് നമ്മുടെ പൊതു സ്വഭാവമാണ്. പക്ഷെ ഒരു ഒരു ഗുരുതരമായൊരു വിഷയം വരുന്ന സമയത്ത് മലയാളി ഉണരും. ഇത് തന്നെയാണ് എമർജൻസിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. അതായത് വടക്കേ ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ഇവിടെ കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. കാര്യം ബാഹ്യമായിട്ട് നോക്കുമ്പോൾ എല്ലാം ഉള്ള ശാന്തം. അപ്പം ഇത്തരത്തിലുള്ള ഒരു സമീപനമുണ്ട്. ആ ഒരു സംഗതി മലയാളിയുടെ ഉള്ളിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് പുറത്തു വരാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ അത് എന്തുകൊണ്ട് ഇങ്ങനെ മലയാളി ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മലയാളിക്ക് ഈ പറഞ്ഞതുപോലെ ഈ കപട സ്വഭാവം കണ്ടു കഴിഞ്ഞാലും ആത്മാർത്ഥമായ ഒരു പ്രതികരണം കണ്ടു കഴിഞ്ഞാലും മലയാളിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതൊക്കെ മലയാളിയുടെ ഇന്ത്യയിലെ മറ്റു ജനവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് ഈ അച്യുതാനന്ദൻ ഇത്രയും വലിയൊരു ജനപ്രീതിയിലേക്ക് വരാൻ കാരണം അതാണ്. അദ്ദേഹത്തിന്റെ ആ സ്വഭാവ രീതികളും മാറ്റിയിട്ട് ജനങ്ങളുടെ വിഷയം ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ശവസംസ്കാര ചടങ്ങിന് ഒരു പെൺകുട്ടി ഒന്ന് പറയുകയുണ്ടായി, നമുക്കൊരു ഉറപ്പായിരുന്നു, ഒരു രക്ഷകനുണ്ടെന്നുള്ള ഉറപ്പായിരുന്നു എന്നുള്ള സാധനം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു തോന്നലിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയും. ഇത് മലയാളിയുടെ പ്രത്യേകതയാണ്. ഇത് ഇവിടെ സാബു ജേക്കബിനെ കൃത്യമായിട്ട് മലയാളീസ് അല്ലെങ്കിൽ ഇവിടുത്തെ തൃക്കാക്കരയിലെ അല്ലെങ്കിൽ ഈ നമ്മുടെ മൊത്തത്തില് 19 മണ്ഡലങ്ങളിൽ മത്സരിച്ച് കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കിയിരിക്കുന്നു സാബു ജേക്കബിന്റെ രാഷ്ട്രീയം എന്താണ്. ഇവിടെ തൃക്കാക്കര അഖിൽമാരാരും വന്നു ദയനീയമായ രീതിയിൽ അല്ലേ, പിന്നെ ഉമാ തോമസിന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഉണ്ടായിരുന്ന സംശയമാണ്. പരാജയപ്പെട്ട് മടങ്ങിപ്പോകും. അപ്പൊ അഖിൽമാരാറിനെയും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്. അഖിൽമാരാറിന്റെ പോസ്റ്റുകൾ വായിക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുടെ അടിയിൽ വന്ന് കമന്റ് ഇടുകയും ഒക്കെ ചെയ്യും. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ വിവാദപ്രിയരും കലഹപ്രിയരുമായതിന്റെ പ്രശ്നം കൊണ്ടാണത്. അപ്പൊ അത് അവിടെ വിടുന്നെങ്കിൽ പോലും അത്രയൊക്കെ ആ ഒരു പ്രതികരണങ്ങളൊക്കെ കാണുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർക്ക് തോന്നും, ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നും. അങ്ങനെ ഒരു സ്വയം സംഭവ തോന്നലിൽ നിന്നാണ് അഖിൽമാരാറിന് ഇത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പൊ കൊട്ടാരക്കര മത്സരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചതിനായിരുന്നു അല്ലേ. പിന്നെ അതേപോലെ കൊടുങ്ങല്ലൂരിലായിരുന്നെങ്കിലും BJPക്ക് ഒരുപാട് സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷെ എന്നാൽ പോലും ഈ അതിസൂക്ഷ്മമായിട്ട് ഈ ചില സന്ദർഭങ്ങളിൽ മലയാളി ഈ കാര്യങ്ങളെ കാണും. അത്തരം ഒരു കാഴ്ചയുടെ റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. ഇപ്പൊ CPM ഈ പറഞ്ഞതുപോലെ ഗംഭീരമായ പ്രചരണങ്ങളും മറ്റേതൊക്കെ പ്രചണ്ഡമായ പ്രചരണം നടത്തി. പക്ഷെ അവസാനം എന്ത് ചെയ്തു? 102 സീറ്റ് UDFന് കൊടുത്തു. അത് കോൺഗ്രസിന്റെ മെച്ചം കൊണ്ട് കിട്ടിയ സാധനമൊന്നുമില്ല. മറിച്ച് ഈ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മലയാളിയുടെ പ്രതികരണമാണ്. ആ പ്രതികരണം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ സാബു ജേക്കബ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം സാബു ജേക്കബ് അഖിൽമാരാറിന്റെ
പിന്നെ ആ ഒരു പോസ്റ്റിന് പ്രതികരണമായിട്ട് ഇട്ടിരിക്കുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല, ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുകയാണ് വേണ്ടത് എന്നൊക്കെയുള്ള രാഷ്ട്രീയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ എനിക്ക് തോന്നുന്നു ആ രീതിയിലൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അതല്ല രാഷ്ട്രീയം, ജനങ്ങളെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് എന്താണ് ഈ പിന്നെ ഈ സമ്പത്തുള്ളവനെ പറ്റത്തുള്ളൂ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതല്ല. രാഷ്ട്രീയം ജനങ്ങളുടെ ജീവിതത്തെ ഓരോ വ്യക്തിയെയും ആ വ്യക്തിയെയും ഈ പറഞ്ഞ പോലെ ശാക്തീകരിക്കുക, അവരുടെ ശക്തിയിലെ അവരുടെ പിന്നെ സാധ്യതകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം. അത് നേരായ രീതിയിൽ. മറിച്ച് ഇവിടെ കാരുണ്യ പ്രവർത്തനം നടത്തുക, അതാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് ലോകത്തിലുള്ള ഉദാഹരണത്തിന് ഏറ്റവും വലിയ നന്മമരങ്ങളായിട്ട് ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അവരെങ്ങനെ നന്മമരമാവുന്നത്? സകല പണികളും ബാക്കിൽ ചെയ്തിട്ട് എല്ലാ രീതിയിലും ഏതെല്ലാം അധാർമികമായ രീതിയിൽ ധനം സമ്പാദിക്കാമോ, ധനം സമ്പാദിച്ചിട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം, എന്നിട്ട് അതിന്റെ പടം എടുത്തിട്ട് ചിരിച്ചിട്ട് പിന്നെ പത്രങ്ങളിൽ കൊടുക്കുക, ചാനലുകളിൽ വരുത്തുക, പ്രാദേശിക ചാനലുകളിൽ വരുത്തുക. ഇത് നമ്മൾ നോക്കിയാൽ ഇഷ്ടം പോലെ കാണാം. ഇപ്പോ അടുത്ത ഒരു 1-2 വർഷം മുമ്പ് ഞാൻ കണ്ട ഒരു സംഗതിയാണ്. ഒരു കേരളത്തിലെ ഏറ്റവും വലിയൊരു അബ്കാരി വ്യവസായി, ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാള്, അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വെച്ച് ഒരു മുൻ മന്ത്രി, കേരളത്തിന്റെ ഒരു മുൻ മന്ത്രി സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള അവാർഡ് കൊടുക്കും. മനസ്സിലായോ? സമൂഹത്തിനെ മുഴുവൻ അല്പമെങ്കിലും ബോധാവസ്ഥ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അബോധാവസ്ഥയിലേക്ക് തള്ളിവിടാനുള്ള വിഷദ്രാവകം കൊടുക്കുന്ന വ്യക്തിക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു മുൻ മന്ത്രി വന്ന് ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തനമുള്ള എന്തോ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നു, അത് കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മളിവിടെ നടക്കുന്ന പൊറാട്ട് നാടകങ്ങളാണ്. ഈ നാടകങ്ങളൊക്കെ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതിന്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഇതിന്റെ ഓളത്തിലൊക്കെ പോവുകയും ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ മലയാളിയുടെ ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണത്തിൽ കൃത്യമായിട്ട് അഖിൽ മാരാരിനെയും സാബു ജേക്കബിനെയും അവരുടെ കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തി എന്താണെന്ന് മലയാളി ജനത മനസ്സിലാക്കി, എറണാകുളത്തുകാരെ അഖിൽ മാരാരിനെയും മനസ്സിലാക്കി കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തുകയും ചെയ്തു. അതാണ് ഞാൻ നടന്ന സംഭവം. പിന്നെ ഇപ്പൊ 40 കോടി സാബു ജേക്കബിന് കൊടുത്തതാണ് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കോടികൾ മറിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് എല്ലാ പാർട്ടികളുടെ ഭാഗത്തു നിന്നും കോടികൾ കേരളത്തിൽ മറിഞ്ഞു. കേരളത്തിൽ വാസ്തവത്തിൽ ഈ ഗതിയില്ലാതെ നടക്കുന്ന നമ്മുടെ സർക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലും ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ധാരാളം സങ്കേതങ്ങളിൽ ധാരാളം ധനം ഇരിപ്പുണ്ടെന്നുള്ള ഉറപ്പാണ്. ധനമുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒരു ഭാര്യയും ഭർത്താവും എന്തെങ്കിലും ഒരു പരിപാടി കാണിച്ച് 2000 കോടി 2500 കോടി തട്ടിച്ചുകൊണ്ട് പോകുന്ന കാണുന്നില്ല, ഇല്ലേ? എപ്പോഴും ഉണ്ട്. ഒരു വർഷത്തിൽ അതിൽ 6 മാസം അല്ലെ 1 വർഷം ഗ്യാപ്പിലിട്ട് ഇങ്ങനെ ഓരോരോ തട്ടിപ്പ് സാധനങ്ങൾ വരും. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ഇതെല്ലാം കൊണ്ടുപോകുന്നത് കോടികളാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ അഖിൽ മാരാർ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ 40 കോടി എന്ന് പറയുന്ന സാധനം, അത് ഇപ്പൊ BJPയുടെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന വിവാദം കണ്ടില്ലേ? ഒരു കൊടിക്ക് 3 ലക്ഷം രൂപ, ബാനറിന് 3 ലക്ഷം രൂപ, അല്ലേ? അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു മനസ്സിലാക്കലിന്റെ പ്രത്യേക ഒരു പ്രതിഫലനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും അവരുടെ പരസ്പരം അങ്ങോട്ട് ഉള്ള പ്രസ്താവനകളും അതിന്റെയൊക്കെ ഭാഗമായിട്ടേ ഉള്ളൂ.